അതിന് ഗുഡ് മോർണിംഗ്. സുഖം തന്നെയാ? നമ്മളെ വീഡിയോയിൽ കാണുന്ന ആൾക്കാരോട് എന്ത് പറയാനുള്ളത്? എല്ലാവരോടും സുഖം തന്നെയാന്ന് ചോദിക്ക്. ആ അപ്പോൾ കുവൈത്തിൽ നിന്ന് വന്നിട്ട് 4 ദിവസമായി. വീടിൻ്റെ പണിയൊക്കെ ഏകദേശം തീരാറായി. ലാസ്റ്റ് ഫിനിഷിങ് വർക്കിലാണ്. അപ്പോൾ നേരെ വീടിൻ്റെ അടുക്കലേക്ക് പോയിട്ട് ഇന്നത്തെ വീട്ടിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ പോയാലോ? പോലെ സെറ്റല്ലേ? അങ്ങനെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം സമയം 7:30 മണി. 7 മണിക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ജംഗ്ഷനിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ തറവാട്ടിൽ നിന്ന് പുതിയ പണിയുന്ന വീട്ടിലേക്ക് ഏകദേശം 500 മീറ്റർ ഉണ്ട്. ജംഗ്ഷനിലെത്തി. ആ വലത് സൈഡിൽ കാണുന്നതാണ് പെങ്ങളെ വീട്. അപ്പോൾ അതേ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 8-9 മാസത്തോളമായി. രാവിലെയൊക്കെ റോട്ടിൽ വണ്ടി കുറവാണ്. ഈ അടുത്ത സൈഡിൽ കാണുന്നത് അനിയൻ്റെ സൂപ്പർ മാർക്കറ്റായിരുന്നു. പക്ഷെ അവനത് നിർത്തി, ഇപ്പോൾ ദുബായിലാണ്. ഇപ്പം മഴ കുറച്ച് കുറവുണ്ട്. ഇങ്ങനെ വീട്ടിൻ്റെ അടുത്തിലോട്ട് കയറി പോകുന്നുണ്ട്. നിറയെ കാട് പിടിച്ചിട്ടുണ്ട്. അടുത്ത സൈഡിലുള്ള കാടൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം വെട്ടാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ കുറേ ചളിയും മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാതിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ലോഡ് സെക്കൻഡ് ഹാൻഡ് കല്ല് കൊണ്ടിറക്കിയിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലോ. പിന്നെ ഇനിയിപ്പോൾ മതിലും അതുപോലെ തന്നെ ഇൻ്റർലോക്കും ഒക്കെ ആവാനുണ്ട്. അത് ഇപ്പം തന്നെ നടക്കുമെന്ന് തോന്നുന്നില്ല, സാമ്പത്തികം അനുവദിക്കില്ല. പിന്നീട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ജനലിൻ്റെ ഡോറൊക്കെ അത് അയച്ചു വെച്ചിട്ടുണ്ട്, കാരണം പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പോളിഷ് ചെയ്യുന്ന ജനലിൻ്റെ ഡോറിനല്ല, അതിൻ്റെ കട്ടിലക്ക്. പ്ലംബിങ്ങിൻ്റെ പണി ഏകദേശം ഇനൊരു 2-3 ദിവസം ഉണ്ടെങ്കിൽ ഫുള്ള് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ടാങ്കിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് എത്തിയിട്ടില്ല. 2 ദിവസം കൊണ്ട് എത്തും. ഇനി ടാങ്കി എത്തിയെങ്കിലേ ബാക്കി പ്ലംബിങ്ങിൻ്റെ പണി നടക്കത്തുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഷീറ്റ് ഇടണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അതും ഇപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. തെങ്ങ് 3 ഉള്ളൂ, ബാക്കി 5 വെച്ചിരുന്നു. അതിൽ നിന്ന് 2 ചത്തുപോയി. പിന്നെ ഒരു റംബുട്ടാൻ, അതുപോലെ തന്നെ ഒരു ആപ്പിൾ ചാമ്പങ്ങ, ഇതൊക്കെ വെച്ചിരുന്നു. അതിൽ ആപ്പിൾ ചാമ്പങ്ങ പിടിച്ച് ഏകദേശം വെച്ച് 1 വർഷം കഴിഞ്ഞു. അത് റംബുട്ടാൻ പിടിച്ചിട്ടില്ല, അത് അവിടെ തന്നെ മുരടിച്ചു പോയി, വളർന്നിട്ടില്ല. അതിന് റെഡിയായി നിൽക്കുന്നുണ്ട് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് പാർട്ടേഷൻ്റെ പണിയാണ്. അത് ഏകദേശം തീരാറായി. ഇപ്പോൾ ലാസ്റ്റ് പോളിഷിങ്ങിലാണ് അതുള്ളത്, ഫിനിഷിൽ. ഇനി അത് ടി വി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്നതാണ്. അത് ഹോളിലേക്കും അതുപോലെ നമുക്ക് ഈ ഹോളിലേക്ക് 2ലേക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അകമൊക്കെ കുറേ വൃത്തികേടായി കിടക്കുന്നുണ്ട്, കുറേ സാധനങ്ങളും ഒക്കെ ആയിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഈ കാണുന്നതൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ആണ്. ഇതിൽ ഞാൻ ആകെ 1 മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂം വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സിസ്റ്റത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. പിന്നെ അതിൻ്റെ മറ്റേ ടാപ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ടാപ്പും കാര്യങ്ങളൊക്കെ ഇന്ന് പോയിട്ടത് നോക്കി വെക്കണം. ഇത് അടുത്ത റൂം. ഇതാണ് കോമൺ ബാത്റൂം. ഇവിടെ അടുത്ത സൈഡിൽ ഫേസ് വാഷൊക്കെ വരാനുണ്ട്. ഇവിടെ അതാ ജനാലിൻ്റെ വിൻഡോ ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അലുമിനിയത്തിൻ്റെതാണ്. അതിനല്ല, കട്ടിലൊക്കെയാണ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഇവിടെ അയച്ച് വെച്ചതാണ്. പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഇട്ടിട്ടുണ്ട്. മൊത്തം കച്ചറായി കിടക്കുകയാണ്, ഒക്കെ ക്ലിയറാക്കി എടുക്കണം. പിന്നെ അത് കഴിഞ്ഞെങ്കിൽ വീണ്ടും നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ പണി ഏകദേശം ഫിനിഷായി. ഇനിയിപ്പോൾ സ്റ്റൗ ഫിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഈ കാണുന്നത് ഒരു ക്യാബിനറ്റാണ്. ഇത് സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ. ഇതിൽ 3 തട്ടുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജ് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരുന്നത്. പിന്നെ വീട് പണിയുമ്പോൾ ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും ഇത് നിൽക്കൂല. അതിൻ്റെ മുകളിൽ പോകും. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് പൈസ പോകുന്നുണ്ട്. ഡോറൊക്കെ ഇതൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഫൈനൽ പോളിഷ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ ഈ കൈവരിക്കും അതിനും പോളിഷ് ചെയ്യാനുണ്ട്. അത് മുകളിൽ മരമാണ്, താഴെ ഇരുമ്പും.
അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഡോറൊക്കെ എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫൈനൽ പോളിഷ് ചെയ്യാനുള്ളതാണ്. ഈ ഹോള് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഹോളാണ്. മുകളിൽ നമുക്ക് ചെറിയ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടി പറ്റും. ഇത് മുകളിലുള്ള സിറ്റ് ഔട്ട്, താഴെയുള്ള സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകളിലും അതേപോലെ അതിനേക്കാളും വലിപ്പമുണ്ട് ഇത് മുകളിൽ. അതിനും കൈവരി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുള്ള സ്റ്റീലിലാണ്. പിന്നെ മുകളിൽ ഇപ്പം ഇനി ഒരു വുഡിൻ്റെ കളറും കൂടെ കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ലുക്കാവും. പിന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ് താഴോട്ട് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് വീടിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ഫിനിഷാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ബൾബും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഫാന് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങളും. ഇത് മുകളിലൊരു ബാത്റൂം. ഇത് ഒറ്റൊരു ബാത്റൂമേ മുകളിൽ കൊടുത്തിട്ടുള്ളൂ, കോമൺ ആയിട്ട് 2 ബെഡ്റൂമിനും കൂടിയിട്ട്. പക്ഷെ നമുക്കിത് 2 ബെഡ്റൂമിനും വേണമെങ്കിൽ അറ്റാച്ച്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലുള്ള സൗകര്യം കൂടി ഉണ്ട്. ഇത് മുകളിലെ ഒരു ബെഡ്റൂം. നിനക്ക് എല്ലാത്തിനും ഈ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചമൊക്കെ വരണമല്ലോ. ഇത് വെളിയിലോട്ടുള്ള പുറത്തേക്ക് പോകുന്നുള്ളൊരു ഡോറാണ്. ഇത് മറ്റൊരു ബെഡ്റൂം. ഇത് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ വീട്ടിൽ. ഇതിന് 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ബാൽക്കണി ഉള്ളത്. അത് നേരെ റോഡിലേക്കാണ് ആ ബാൽക്കണീൻ്റെ വ്യൂ വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി അതുപോലെ തന്നെ വെളിയിൽ ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുക്കാനുണ്ട്. അകത്ത് ഫുള്ള് പെയിൻ്റൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ഈ പോളിഷും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്ന് ടച്ചപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനൊന്നും പുട്ടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ നേരിട്ട് പെയിൻ്റ് അടിച്ചതാണ്. വൈറ്റ് വാഷ് പോലും അടിച്ചിട്ടില്ല. നേരിട്ട് 3 കോട്ട് പെയിൻറ്റ്. ആദ്യം 2 കോട്ട് അടിച്ച് ഇപ്പോൾ ലാസ്റ്റ് ഫിനിഷിൽ ഒരു കോട്ടും കൂടെ അടിച്ചു. അപ്പോൾ അത് നല്ല ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ പാർട്ടേഷൻ്റെ വർക്ക്. അങ്ങനെ ഇതാണ് വീടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഏകദേശം ഈ മാസം തന്നെ ഹൗസ് വാമിങ് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് പണിയൊക്കെ തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.